ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരുന്നത് പ്ലാൻ ചെയ്തപ്പോഴേ ഞാൻ വാപ്പച്ചിയെ വിളിച്ച് ചോദിച്ചു അവിടെ കൊഞ്ചൊക്കെ കിട്ടുമോയെന്ന്. കാരണം ഹോസ്റ്റലിൽ കൊഞ്ചെന്നല്ല മീൻ കിട്ടുന്നതേ അപൂർവത്തിൽ അപൂർവമാണ്, അതും നല്ല മീൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. ഇന്ന് അതായത് ഉച്ച ആയപ്പോഴത്തേക്കും വാപ്പച്ചി കൊഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ സ്വന്തമായിട്ട് എല്ലാ പണിയും ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് എൻ്റെ പരീക്ഷണ വസ്തുക്കളാണ്. എല്ലാവർക്കും അതിൻ്റെ ഒരു പേടിയുണ്ട് വയറ് കേടാവുമോ എന്നുള്ളതേ. പക്ഷേ ഇല്ല, ഞാനിത് സെറ്റായിട്ട് ഉണ്ടാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. കൊഞ്ചിനെയൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ചിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ തലഭാഗത്തൊക്കെ മണ്ണും പൊടിയൊക്കെ ഇരിക്കാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ കഴുകണം. ഞാൻ കഴുകിയിട്ട് വൃത്തിയാവാത്തതുകൊണ്ട് തന്നെ ഉമ്മച്ചി ഒന്നുകൂടെ കഴുകേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ് കേട്ടോ. പിന്നെ കൊഞ്ചൊക്കെ വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്തത് നമ്മുടെ ഈ മിക്സ് ഉണ്ടാക്കുന്നതാണ്. അതിന് ചെറിയ ഉള്ളി, കറിവേപ്പില, തക്കാളി, കുരുമുളക്, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇത് രണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം കേട്ടോ. എരിവനുസരിച്ച് നമുക്ക് ചേർക്കാം. അരച്ചെടുത്ത സാധനത്തിലോട്ട് നമുക്ക് നമ്മുടെ കൊഞ്ചിനെ ഇട്ട് കൊടുക്കാം. ഇതാണെങ്കിൽ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ചുരുങ്ങി ഒരു ഇച്ചിരി പുലേ കാണുള്ളൂ. ഈ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചിനെ മിക്സോട് കൂടി അതിലിട്ട് കൊടുക്കുക. നമ്മൾ അരയ്ക്കുന്ന സമയത്തും വെള്ളം ചേർക്കേ വേണ്ട കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം വേണ്ട. ഓൾറെഡി ഈ തക്കാളിയിലും ഉള്ളിയിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അരയ്ക്കുന്ന സമയത്തും വെള്ളം ചേർക്കേണ്ട, സെപ്പറേറ്റും വെള്ളം ചേർക്കേണ്ട. നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ അങ്ങ് വെക്കുക. ജാറ് മുഖത്തിൻ്റെ അടുത്ത് വെച്ച് തുറന്നതിൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത്. പച്ചമുളകൊക്കെ മണ്ടേ കയറിപ്പോയി. ബ്ലാക്കി എനിക്ക് കൂട്ടിന് വേണ്ടി അടുക്കളയിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഞാനും അവനിങ്ങനെ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ കറി നോക്കിയത്. കറി നല്ല റോസ്റ്റായി വരുന്നുണ്ട് കേട്ടോ. നല്ല റോസ്റ്റാക്കി നമുക്ക് എടുക്കാം. പക്ഷെ നമുക്ക് കൊഞ്ചിൻ്റെ എണ്ണം കുറവും ആളിൻ്റെ എണ്ണം കൂടുതലും ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ മതിയെന്ന് വെച്ചു. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഞങ്ങളിത് എല്ലാവരും കൂടി കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കൊഞ്ച്. അപ്പം ഞാൻ ആഗ്രഹിച്ചത് വീട്ടിൽ വന്നപ്പോൾ വാപ്പച്ചി മേടിച്ച് തന്നു. അപ്പോൾ ദേ കഴിക്കാനുള്ള ആ ഒരു ത്രില്ലിൽ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ആകാംക്ഷയായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.